അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനൊപ്പം ചില സമീപനങ്ങളിൽ മാറ്റമുണ്ടായാലേ വികസനം പൂർണ്ണമാകൂ എന്ന അഭിപ്രായവുമായി ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് പാനൽ ചർച്ച. വികസനത്തിലെ കേരള മാതൃകയിൽ കൂടുതൽ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ച ചർച്ചയിൽ കേരളത്തിലെ വ്യവസായ പ്രമുഖരും വിദഗ്ധരും പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോഴും നോക്കുകൂലി പോലെയുള്ളവ കേരളത്തിൽ സംരംഭകർക്ക് വെല്ലുവിളിയെ തുടരുകയാണെന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് പാനൽ ചർച്ച ആരംഭിച്ചത്. ഇത്തരം ന്യൂനതകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ലെന്നും സർക്കാർ വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ബിജു രമേശ് പാനൽ ചർച്ചയിൽ പറഞ്ഞു. എന്റെ അനുഭവത്തിൽ മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും അത് ആ പകർച്ചവ്യാധി നമ്മുടെ നിൽക്കുന്നു. ഇതൊക്കെ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നാൽ ആദ്യം ഒരാൾ സംരംഭം അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് കുറച്ച് ഫർണിച്ചറൊക്കെ വന്ന ഇപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിന് ശക്തമായ നിയമ നടപടികൾ, അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നുമില്ല, തൊഴിലാളികൾ എല്ലാം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. സ്റ്റാർട്ടപ്പുകൾ വ്യവസായ വികസനത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന കാലമാണ് മുന്നിലുള്ളതെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊജക്ട് ഡയറക്ടർ അശോക് കുര്യൻ. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ വിപണി സാധ്യത തുറക്കാൻ വഴിയൊരുക്കുന്ന മിഷൻ 2025 വ്യവസായ വികസനത്തിന് വലിയ ശക്തി പകരും. കേരളത്തിൽ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ സംരംഭകർ വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം ഒരു മോട്ടിവേഷൻ ഫാക്ടർ, ആ ഒരു ഇൻസ്പിറേഷനും അല്ലെങ്കിൽ സംരംഭകർക്ക് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസിന്റെയും ബലത്തിലാണ്. അതെല്ലാം ഈ പറയുന്ന മീഡിയ വഴി ചർച്ച ചെയ്യുന്നു. ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ പുതിയ സംരംഭം തുടങ്ങാൻ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഏറെ ആക്ടിവിറ്റീസ് ഇപ്പോ കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖമടക്കമുള്ള നാഴികക്കല്ലുകൾ ആഭ്യന്തര വിപണിക്കും കൂടുതൽ സംരംഭകരെ ആകർഷിക്കുന്നതിനും സഹായകമാകുമെന്നായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജനറൽ മാനേജർ പ്രസാദ് കുര്യന്റെ അഭിപ്രായം. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ വരവോടുകൂടി നമ്മുടെ ഈ സൗത്ത് കേരളയിലും കേരളത്തിലും മൊത്തമായിട്ടും ഒരു വികസന മാതൃക തന്നെ നമ്മൾ മാറി വരികയാണ്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും കിൻഫ്ര ആയാലും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ആയാലും ഏത് രീതിയിലുള്ള ഫെസിലിറ്റേഷനും നടത്തുവാൻ തയ്യാറായിട്ടുള്ള നിൽക്കുകയാണ്. ഏത് ബിസിനസ് എന്റർപ്രണർ ആയാലും സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ ഓർ ലാർജ് സ്കെയിൽ വിഴിഞ്ഞം ബേസ്ഡ് ആയിട്ട് പോകുന്നതിന് യാതൊരു തടസ്സമുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യവസായ വികസനത്തിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ മാതൃക എന്ന വിഷയത്തിൽ വിശദമായ നിർദ്ദേശങ്ങൾ പാനൽ ചർച്ചയിലുണ്ടായി. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പായിരുന്നു മോഡറേറ്റർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.